ചിരിക്കും പുള്ളിക്കുയിലെ പാടു പുള്ളിക്കുയിലെ പാടു പാടം പൂത്തതറിഞ്ഞില്ലേ നാല ഒരുക്കാൻ പോയി. ഓ അസാധ്യമായ മണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ ഭയങ്കര പ്രകൃതിദത്തമായാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ പരിപാടികളും വളരെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാലത്ത് ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം വൈബ് അടിക്കാൻ വേണ്ടി വന്നതാണ്. വാതിലൊക്കെ തുറന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ സൂര്യൻ്റെ മലയരുള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക മലനിരകൾക്കുള്ളിൽ നിന്ന് എന്നെ കാണാൻ ഇങ്ങനെ വെമ്പലോടെ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് വൈബാക്കാന്ന്. അങ്ങ് ദൂരെ മാമലയിൽ നിന്ന് എത്തി നോക്കുന്നത് കണ്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ചൂടിലാണ് കേട്ടോ ഒന്ന്. പക്ഷെ നമുക്ക് അതൊക്കെ ഒരു വിഷയമല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രാസിലും അതുപോലെ തന്നെ താമരക്കുളത്തിലുള്ള പരിപാടികളായിട്ടാണ് വന്നിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ചൂലെടുത്ത് 2 തോണ്ടൽ തോണ്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ചേട്ടൻ പുല്ലൊക്കെ വെട്ടിയിട്ട്, അതായത് പുല്ല് വെട്ടിത്തരുന്ന ചേട്ടൻ പുല്ലൊക്കെ വെട്ടിയിട്ട് ആകെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ വൃത്തിയാക്കൽ പരിപാടികൾ, പിന്നെ നമ്മുടെ താമര ഒന്ന് വൃത്തിയാക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ടായപ്പോഴേക്കും ഇതാ നമ്മുടെ അച്ഛൻ മോർണിംഗ് വൈബായിട്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ട പറഞ്ഞാ അത് വേറെ മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അമ്മ. നമ്മുടെ താമരകൾ മാറ്റി നടാൻ വേണ്ടിയിട്ടേ അമ്മയുടെ താമര ചട്ടികൾ അമ്മ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അമ്മയുടെ താമര കൃഷി വിജയകരമല്ലാതായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ അമ്മ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താമര കൃഷി വിജയകരമാണ് ഇവിടെ. അത് കാരണം കൊണ്ട് കുറച്ചും കൂടി രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എൻ്റെ ട്യൂബേഴ്സൊക്കെ ഇങ്ങനെ പറിച്ച് നടാനുള്ള ഒരുക്കത്തിലാണെന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിൽ പോകാം കേട്ടോ. കാലത്ത് ചേട്ടന്മാർക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് മുറ്റത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ ഇതാ നമ്മുടെ ഒരു എന്താ പറയുക പ്രഭാതം കുറച്ച് സുഗന്ധാത്മകമാക്കാം. ഭക്തിസാന്ദ്രമാണ് എൻ്റെ അടുക്കള. അച്ഛൻ കുറച്ച് നേരം വന്നിട്ട് ഇന്ന് നമുക്ക് ചേട്ടന്മാരുണ്ട് കേട്ടാ. ഒപ്പം തന്നെ അച്ഛനുണ്ട്. ഇന്ന് ലാസ്റ്റ് പണിയാണ് വാഴത്തെ വളമിടൽ. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ വാഴത്തോട്ടത്തിലേക്ക് ചേക്കേറും. ഇതാണ് നമ്മുടെ പച്ചപ്പയർ എന്ന് പറയുന്നത്, അതായത് ഉണക്കാത്ത പയർ കേട്ടോ. ഇത് നമ്മുടെ കടയിൽ നിന്ന് അമ്മ കൊടുത്തു വിടുന്നതാണ്. 2-3 ചാക്കിന്റെ അടിയിൽ ഈ പയർ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കും അമ്മ പറയാറില്ലേ. നിങ്ങൾ അമ്മയുടെ വ്ളോഗിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ പയറിന്റെ ഉപ്പേരി. അടിപൊളിയാണടാ. ഓ ഈ പയർ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല സാറേന്ന്, അത്രയും രുചിയാണത്. അപ്പം അത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് കുക്കറിലാവുമ്പോൾ 2 വിസിൽ മതി. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പിന്നാമ്പുറം കാണിച്ചു തരാണ്ട് വയ്യ, അതായത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറം. അപ്പം അവിടെ മഞ്ഞൊന്നും ഇല്ലാത്ത നല്ല പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ. കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പൊക്കെ ഇങ്ങനെ പതുക്കെ താന്നു വരും. അപ്പം ഇങ്ങനെ വേനൽ കൊടും വെയിലാളി തിളയ്ക്കുന്ന മീനം കിടാങ്ങൾ കൊഴിവുകളം. ഇതാണ് എൻ്റെ ചേട്ടന്മാരിൽ 2-3 പേരൊക്കെ കുറവുണ്ടായിരിക്കും. അവർ ആട്ടും കാഷ്ടം നമ്മുടെ വാഴയ്ക്ക് ഇടുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാ പറമ്പുകളിലും വാഴയ്ക്ക് ആട്ടും കാഷ്ടം ഇടാൻ പോവാണ്. കുഞ്ഞുള്ളിയും അച്ഛൻ പൊട്ടിച്ചു കൊണ്ടുവന്ന തന്ന മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ടാണ് നമ്മൾ പയർ കാച്ചാൻ പോകുന്നത് കേട്ടോ. ഞാൻ എളുപ്പപ്പണിയാണ് എല്ലാം ചെയ്യാറുള്ളത്, നിങ്ങൾക്കതറിയാം. ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, അതിങ്ങനെ മിക്സിയിലൊന്ന് കറക്കും. എന്നിട്ട് അത് നല്ല വെളിച്ചെണ്ണയിൽ, നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ ആട്ടി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചുറ്റുള്ള ചേട്ടന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആട്ടിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം പച്ചക്കറി കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അത് മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മുടെ കറിക്കൊക്കെ ഉണ്ടാവുക. ശുദ്ധമായ സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണ് പെണ്ണിന് എന്നുള്ളത് തോന്നലുണ്ടാവൂലേ. കുറച്ചില്ലാണ്ടില്ല കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇടിച്ച മുളകും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടി ഇട്ടിട്ട് ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ. അമ്മയെന്നിട്ടാ ഇന്നത്തെ മണിപ്പയറിന് ഉത്തരവാദി. ഒരു മണാണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നതും പോരാണ്ട് മണപ്പിച്ച് കൊതിപ്പിക്കുക. പക്ഷേ സംഭവം കിടുവാണടാ. ഇത് അമ്മ ചെയ്തു തരുന്ന കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് വല്ലപ്പോഴും ഇതുപോലെയുള്ള പയറുപ്പേരിയൊക്കെ കിട്ടുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ടായിരുന്ന കയ്പക്കായ വീണ്ടും ഇവളെ കൊണ്ട് തോറ്റുന്നു. എന്താ ചെയ്യുക, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതിലിപ്പോൾ നമ്മൾ പുകഴ്ത്തലൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പക്ഷെ ചിലവർക്ക് അത് ഭയങ്കര സ്വയം പുകഴ്ത്തലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനതിനെ കുറച്ചും കൂടി ഭംഗീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ചക്ക പകുതി ഇരിക്കുന്നുണ്ട് കേട്ടാ.
ഇന്ന് മൊത്തം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നതാണ്. ഈ സമയത്ത് എവിടെയാ ചക്ക കിട്ടുക? പക്ഷേ ദേ നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. ചേട്ടന്മാർ മണം കേട്ടപ്പോഴേ ചെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. അവർ കഞ്ഞി കുടിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ചക്ക കൊണ്ടുവന്ന് തന്നത് കേട്ടോ. നല്ല മണമുള്ള ആയൂർ ജാക്കിന്റെ ചക്ക. ഈ സീസണിൽ എവിടെയെങ്കിലും ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു പ്ലാവുള്ളടത്ത് കിട്ടുന്നുണ്ടാവൂല്ലേ? എനിക്ക് ചേട്ടന്മാര് കൊണ്ടുവന്നതാണ് കേട്ടോ ചക്ക. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീടിന്റെ ചുറ്റും നമ്മൾ വീട് വെക്കാൻ നമ്മളിവിടെ വീട് അല്ല വെക്കാൻ പോണ്ട്. തറ കെട്ടുന്ന സമയത്ത് തന്നെ വീടിന്റെ ചുറ്റും നമ്മൾ തറ കെട്ടിപ്പോ വെച്ചോണ്ടല്ലോ ചാ. നമ്മള് മൊത്തം ആയുർജാക്ക് വെച്ചു വീടിന്റെ ചുറ്റും. മൃഗശല്യമൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്കിത് സേഫ് ആണോ എന്നുള്ള കാര്യം ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചക്കയുടെ ഒരു മണവും അതിന്റെ ഒരു രുചിയും കാരണം കൊണ്ട് എനിക്കത് വെട്ടിക്കളയാൻ പോലും തോന്നുന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോ അവിടെ ചേട്ടന്മാര് പണിയുമ്പോഴേ നമ്മൾ പറയില്ല ആട്ടങ്കാട്ടിടല്ല അവിടെ വാഴയില്. അപ്പൊ അവര് ആ ചക്കയുടെ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനെ മണം വന്നപ്പോ എനിക്ക് പകുതി അത് കഴിച്ചു, പകുതി എനിക്ക് കൊണ്ടുവന്നു. ചെറിയ ചക്കയോട്ടോ, അതെ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്നതുള്ളൂ. എന്റെ അവിടെ കുഞ്ഞ് കഴിയുക, അതിൽ ഇത്ര ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ചക്കയൊന്നും ഉണ്ടാവാത്ത കാലല്ലോ ഇപ്പൊ എവിടെ ചക്ക കിട്ടാനാ. ആ സമയത്ത് ഈ ഒരു മണം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ എല്ലാവരും ഒരു ആയൂർ ജാക്കിന്റെ ഇത്തിരി വില കൂടി നമ്മുടെ മണ്ണൂത്തി നിന്നൊക്കെ കിട്ടുന്ന നല്ല അത്യാവശ്യം നല്ല ടൈപ്പ് ആയൂർ ജാക്കിന്റെ 20 രൂപ 30 രൂപ വരെ ഒന്നും മേടിച്ച് വെക്കരുത്. തൈകള് ഒരു 10-250 രൂപ തരുന്ന നല്ല തൈകൾ ഉണ്ടാവും. അത് 2 മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങക്ക് ടെറസിന്റെ മുകളിൽ വരെ വെക്കാം അല്ലേ ചാ? വലിയ ഡ്രമ്മിലാക്കിയിട്ട് എപ്പോഴും കിട്ടും എന്നാ പറയാ. അപ്പൊ അടിപൊളിയായിട്ട് ചക്ക ഉണ്ടാകും. നോക്കുമ്പോഴേ ഒരാള് തേറ്റ് വരുന്ന സമയമാണ് കിട്ടാത്. ഞാൻ ചെറുതാവുന്നതാണോ നീ വലുതാവുന്നതാണോ? ചോറിന്റെ പോയാ കൈപ്പക്കായി കൂട്ടി ചോറ് തരാം. ശശി ശുശ്രൂഷ അതാണോ നീ ചോദിച്ചേ? ഞാൻ ശശി ശുശ്രൂഷ കേട്ടെ. ഇതല്ല ഇത് പിടിക്കാൻ ഈ പച്ചങ്ങനെ കുന്തിക്കിടക്കെ. എന്തായി ഇപ്പോ പറഞ്ഞതേ അരക്കിലോ പോയില്ലേ, ഒരു 10-150 ഗ്രാമോളം വെളിച്ചെണ്ണ അവിടെ താഴെ കളഞ്ഞിട്ടുണ്ട്. ഒക്കെ വാരിക്കൂട്ടി ഒരു പാത്രത്തിലാക്കി ബാക്കി ശ്രീകുട്ടന്റെ തലയിൽ തേച്ചു. ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും എണ്ണ പോയിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? തൊട്ടപ്പുറത്ത് ആരാണോ നിൽക്കണേ അവരെ തലയിൽ കോരി അത് തേക്കും. ഞാനും ചെയ്തു. തിരക്ക് പിടിച്ചൊരു ദിവസം അപ്പൊ ഞാൻ തിരക്ക് പിടിച്ച ദിവസം നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൂട്ടാൻ വെക്കലാണ്. അതാകുമ്പോ വേഗം പണികൾ കഴിയും, വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നതാണ് അതിന്റെ ഒരു ഗുണത്താ. അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വെച്ചതാണ്. ബാക്കി നമ്മൾ അതിൽ കുറച്ച് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. വൈകുന്നേരം അല്ലെങ്കിൽ ശ്രീകുട്ടന് 2 കഷ്ണം പൊടിച്ചു കൊടുത്താൽ അവന് പിന്നെ വേറെ അതുപോലത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ഇത് മാത്രം മതി. തൊണ്ടഭാഗ്യം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ചക്കഭാഗ്യം ഉണ്ട് ഇളയമ്മയ്ക്ക്. അപ്പൊ ഞാൻ ഇളയമ്മയും കൂടി നിന്നിട്ട് ഞങ്ങൾക്ക് ആകെ ഇന്നൊരു 3-4 ചോള ചക്ക കിട്ടിയുള്ളൂ കേട്ടോ. ചക്കയുടെ ആ കൂഞ്ഞ ഭാഗമായപ്പോഴേ ഒട്ടും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ അതൊക്കെ പങ്കിട്ട് നിന്ന് നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ എന്നെ അറിയിക്കുന്ന ആള് ഇളയമ്മയാണ്. ഇളയമ്മ ഇച്ചിരി നേരം വന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇബ്രഹാം കുട്ടിക്ക് അതായത് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇളയമ്മ കുറച്ച് മീൻ മേടിച്ചു, ഞാൻ കുറച്ച് മീൻ മേടിച്ചു. പക്ഷെ നമുക്കത് മീനല്ല കേട്ടോ കൂട്ടാൻ, ഇത് നാളത്തേക്കുള്ളതാണ്. എപ്പോഴും കരുതലുകളാണല്ലോ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ നാളെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മാത്രം. എത്ര പേർക്കോ നാളകളില്ലാതെ പോകുന്നു. അപ്പൊ ദൈവത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നന്ദി പറയാറുണ്ട് എനിക്ക് നാളകളെ തന്നതിന്. അയ്യോ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പ്രീതി ചേച്ചിയുടെ ഈ പ്രൊസസറിന്റെ കാര്യം പറയാൻ മറന്നൂടാ. ഈ ഒരു ജാർ അടിപൊളിയാണ് കേട്ടോ പ്രീതിയുടെ. എനിക്ക് നല്ല ഇഷ്ടമാണ് പ്രീതിയുടെ ഈ ജാറിൽ. നമുക്ക് മാവ് കുഴയ്ക്കാം, ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാൻ സവോളയും കുഞ്ഞുള്ളിയിലാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത്. അതും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മുടെ എന്താ പറയാ പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് റെസിപ്പിക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെക്കുക ചെയ്യുക. ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പച്ചമുളക് നമ്മൾ അത്രയും അധികം ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് ശ്രീകുട്ടന് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ടും ഞാൻ കുറച്ച് പച്ചമുളകും ഒതുക്കും കേട്ടോ. പിന്നെ ചേട്ടന്മാർക്ക് ഒരുപാട് എരിവ് അങ്ങനെ നമ്മൾ കാര്യം ഞാൻ അവരൊക്കെ കൊടുക്കാറില്ല ഒരുപാട് എരിവ്. ഈ വെയിലത്തൊക്കെ പണിയുന്ന ചേട്ടന്മാരല്ല, ഞാനാണ് അവർക്ക് മിക്കത് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിൽ ഇത്തിരി കൺസേൺ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കി പൊടികളും കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ടേ നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചു നമ്മുടെ ആ ഗ്രേവിനെ. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ.
ചാറുകറി, ഉപ്പേരി, എന്തെങ്കിലും വറവ്, അച്ചാറ്, അങ്ങനെയാണ് നമ്മുടെ സാധാരണ ദിവസങ്ങൾ പോകാറുള്ളത്. ചിക്കനുള്ള ദിവസമാണെങ്കിൽ ചിക്കൻ ഉണ്ടാവും, അതോടൊപ്പം നമ്മുടെ സർലാസില്ലേ, നമ്മുടെ സലാഡ്, അതുണ്ടാക്കും. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കാലത്ത് വെച്ച ഉപ്പേരിയുടെ ബാക്കി ഉണ്ടാവും, പിന്നെ അച്ചാറും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പോവുക. അപ്പോൾ നമുക്ക് ഉപ്പേരി ഒഴിവാക്കാം, വേറെ സെപ്പറേറ്റ് ഉപ്പേരി ഒഴിവാക്കാം. അപ്പോൾ എന്നാലും വെജിറ്റബിൾ ഉള്ള ദിവസങ്ങൾ, അതായത് നമ്മുടെ പച്ചക്കറികളുടെ ഒപ്പം ഒരു മീൻ വറുത്തതോ അങ്ങനെയാണ് നമുക്ക് ചേട്ടന്മാർക്ക് അധികം കൊടുക്കുന്നത് ഇഷ്ടം. അവർക്കും അതാണ് ഇഷ്ടം. വല്ലപ്പോഴൊക്കെ ചിക്കൻ ആവുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ. പിന്നെ എന്നൊന്നും നമ്മളിവിടെ ചിക്കൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ചില സമയത്ത് ചേച്ചിമാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ശ്രീ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് നടപ്പിലാവില്ല, പണിക്കാർ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് കൊടുക്കണം എന്ന്. നമ്മുടെ ഇവിടെ എന്നും പണിക്ക് ചേട്ടന്മാർ, നമ്മുടെ പണിച്ചേട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ളവരാണ്, നമ്മുടെ അയൽപ്പക്കക്കാരും ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തേക്ക് പണിക്ക്, നമ്മുടെ ഇപ്പോൾ ഭാഗ്യന് ഇപ്പോൾ പച്ചക്കറി കാരണം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിതാണ് നമ്മളിങ്ങോട്ട് ജീവിക്കണം, മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മലയോര ഗ്രാമമായ കാരണം കൊണ്ട്. അപ്പോൾ എന്നും നമുക്ക് നോൺ വെജ് ഒന്നും അലോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമില്ല. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കലേ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാണ്ട് കേട്ടോ. അവന് ഓണം കഴിഞ്ഞിട്ടായിരുന്നു പരീക്ഷ, നാളെ EVS എക്സാം ആണ്. അപ്പോൾ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവൻ്റെ കൂടെ ഇരുന്ന് ചെയ്യാനുണ്ടായിരുന്നു. ഭാഗ്യന് ചോറ് കൊടുത്തപ്പോഴേക്കും ചേട്ടന്മാർ കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടേ കുറച്ച് താമര സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കും. ഒരു പി പാത്തുമാരെ ചെയ്യണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബി പാത്തുമ്മ ഐസ കൈസ പത്തുമ്മ നബി സുമ്മ. അപ്പം ഞാൻ നമ്മുടെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് കുട്ടികളെ. ഇന്ന് നമ്മുടെ താമര മാറ്റിവയ്ക്കൽ മഹാമഹാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ എന്താണ് ഗാർഡൻ അംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമുക്ക് പോയാലോ. ഇതാ കാണുന്നതാണ് നമ്മുടെ താമരച്ചെട്ടികൾ. എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ. ആമ്പലും താമരയും ഒക്കെ ഉണ്ടായില്ല, എല്ലാത്തിലും പൂവുണ്ട്. മാത്രമല്ല പുല്ലടിച്ചിട്ട് നമ്മൾ പുല്ല് അടിച്ച് കളഞ്ഞല്ലോ, അതിൽ നമ്മൾ ഇതുവരെ മറ്റേത് ചെയ്തിട്ടില്ല, എന്താ പറയുക, അടിച്ചു വാരി കളഞ്ഞിട്ടില്ല. അപ്പോഴും പുല്ലവിടെ കിടക്കാം. അപ്പോൾ നമുക്ക് ആ പണികൾ ചെയ്യാണ്ട്, താമര മാറ്റി വയ്ക്കാണ്ട്, താമരയിൽ കുറച്ച് വളടാണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്, ബിഗിൻ. ഇത് വെള്ളാമ്പലാണ്, വെള്ളാമ്പൽ. അപ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നും ചെയ്യാനില്ല. അത് മാറ്റി നടണോ അതോ ഒന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് വെക്കാമല്ലോ. ഇത് വെള്ളാമ്പലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അയ്യോ വെയിൽ വന്നേ, വെയിൽ വന്ന ഒരു രക്ഷയില്ല, ഒരു മരം പോലും ഇല്ല തടയാൻ. നമുക്ക് 3 എണ്ണം ആക്കാം കേട്ടോ. ഇതിനെ വേണ്ട, ഇങ്ങനെ നമുക്ക് ഇതിനെ 3 എണ്ണം ആക്കാം. ചേച്ചിക്ക് കൊടുത്തയക്കാൻ, അമ്മയ്ക്ക് കൊടുത്തയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ. അമ്മയ്ക്ക് വേണ്ട പറഞ്ഞു, ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് കൊടുത്തയക്കാൻ 2-3 പെയിൻറ്റും ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, അത്ര പണി കഴിഞ്ഞ് എൻ്റെ പതിലൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഇഷ്ടമല്ല അമ്മയ്ക്ക്. അപ്പോൾ ഇളാമ്മയ്ക്ക് അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ തന്നെ മാറ്റാം കേട്ടോ. ഈ ചെളി തന്നെ എടുത്താൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു. നല്ല ചെളി മണ്ണാണ് വേണ്ടേ, പക്ഷെ ഇവിടെ ഈ മണ്ണുള്ളൂ, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഈ മണ്ണിടാം. എങ്ങനെ ഐഡിയ? ചാണകം, പിന്നെ നമ്മുടെ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ഇതാണ് നമ്മൾ ഇതിലിടുന്നത് കേട്ടോ. വേറെ പൈപ്പ് മേടിക്കണം അച്ഛാ, അച്ഛൻ്റെ ഇവിടെ. അയ്യോ എൻ്റെ തട്ടം അഴിഞ്ഞു വീണു ഗൈസ്. എനിക്ക് ഈ ചാണകം തുടങ്ങാൻ മാത്രം ഉറപ്പുള്ളൂ കേട്ടോ. ചാണകത്തിന്റെ ഈ സാധനമില്ല, തുടക്കി വലിയ അപ്പൊന്നുമില്ല. എന്താണോ അതങ്ങനെ, ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല അതെന്താണോ അങ്ങനെ. ഇത് തലേദിവസം തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമര മാത്രമല്ല, നമ്മുടെ വാട്ടർ ലില്ലി ഇല്ലേ, നമ്മുടെ ആമ്പൽ, അതുണ്ട്, വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്, ഒരു പിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ചട്ടിയിൽ തന്നെ കുറച്ചധികം പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അച്ഛൻ കൊണ്ടുവന്ന് തന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് പാത്രം പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ട്യൂബേഴ്സ് നശിക്കും അത്രേ. അപ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞൊന്ന് ഓൾറെഡി എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നു, ബിജേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വൈകണ്ട. എനിക്കിത് കുറച്ച് പ്രകൃതി പിടിച്ച പരിപാടിയാണ്. നമ്മൾ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര
എങ്ങനെയാ നടണ്ടേന്നൊന്നും പറയണ്ടല്ലോ. നമ്മൾ ഇതിന് എടുക്കുക, ട്യൂബേഴ്സ് ഇതിന്റെ അരുവത്ത് വെക്കുക, പിന്നെ നമ്മൾ എല്ലുപൊടിയും ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും കുറച്ച് ഇട്ട് കൊടുക്കുക, അത് അടിയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. ഇതിനെ അങ്ങ് പിന്നെ അത് തന്നെ അങ്ങ് പിടിച്ചോളൂ. ആ ട്യൂബേഴ്സ് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ വളർന്ന് വരും. ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി കേട്ടോ. ഇതുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാവും. ഞങ്ങൾക്ക് വളരെ ദാരുണമായ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു ടപ്പ് ചെയ്യുന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ മുകളിലത്തെ ചില്ല് പൊട്ടിയതാണോന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ആ കാണുന്ന ചില്ലില്ലേ, നമ്മുടെ ബാൽക്കണിയിൽ കാണുന്ന ചില്ല്, അത് പൊട്ടിയതാണോന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ തൂവലുകൾ ഇങ്ങനെ വീണുണ്ടായിരുന്നു. അപ്പോൾ ആ ചില്ല് കാണാതെ ഒരു കിളി വന്ന് അടിച്ച് വീണതാണ്. കിളി ചത്തുപോയി. അത് വേറെ കാര്യം. എന്താ ഭയങ്കര ദാരുണമായ ഒരു കാഴ്ചയായിപ്പോയി. ഇതിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത് പറന്നു പോകുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഞാനത് അതിനെ പിടിക്കാനായിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആൾ കുഴഞ്ഞു വീണ് മരണം സംഭവിച്ചു. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. വിചാരിക്കാത്ത നേരത്തെ ഈ കിളി അങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവൂ അതവിടെ അവിടെ ഇരിക്കാൻ വേണ്ടി വന്നതാണത്. അപ്പം അത് വിചാരിച്ചിട്ടുണ്ടാവൂ ഞാനിപ്പോൾ മരിച്ചു പോകുന്നുള്ള കാര്യം. ഈ കിളീനെ നിങ്ങളുടെ അവിടെ നിന്നാ പറയാ ഞാൻ എന്നെ പോയി കുഴിച്ചു നിർത്താട്ടോ. പാവം. ശ്രീകുട്ടൻ വരുമ്പോൾ കാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആ കിളീനെ. ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം കേട്ടോ. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാലും നമ്മൾ എന്ത് മാത്രമല്ലേ കഷ്ടപ്പെടുന്നത്, ഓടുന്നത്. ഒരു ചെറിയ വെപ്രാളം പിടിച്ച ജീവിതം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ. ഈ വെപ്രാളം പിടിച്ച ജീവിതത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ യാന്ത്രികമായിട്ട് അത് അതിൻ്റെതായ വഴിക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ഏറ്റവും അഴുക്കായിട്ടുണ്ടായിരുന്ന ഒരു പാത്രം ഇതാണ് കേട്ടോ. അഴുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊന്നും ഉണ്ടാവാത്ത രീതിയിലായിട്ടുണ്ടായിരുന്ന ഒരു പാത്രം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട ഭയങ്കര ചെറിയ ചെറിയ തണ്ടുകളായിട്ടാണ് വരുന്നത്. നിങ്ങളോട് കുറേ വിശേഷങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ പറയും. പക്ഷേ ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടി പോകും. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വോയിസ് ഓവർ കൊടുക്കും. അപ്പോൾ എനിക്ക് കുറേ വിശേഷങ്ങൾ പുറത്തുനിന്നുള്ളതും പറയാം, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ വേറെയും പറയാം. അങ്ങനെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ കണ്ട കുറേ കരിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ട്യൂബേഴ്സൊക്കെ കരിഞ്ഞതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചീഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ. സമയം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഇനി സമയം കഴിഞ്ഞാൽ അത് വർക്കറ്റ് പോകുമെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ ഇങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചത്. ഇതിങ്ങനെ മണ്ണ് നമുക്കിങ്ങനെ കൈയിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ നിറയെ ചെളിയാവും. പക്ഷെ നാരങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഉറച്ചാൽ മതി കേട്ടോ ആ ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ താമരയ്ക്ക് ചെറിയൊരു കറയുണ്ട്, കൈയൊക്കെ ആകെ കറുത്തിരിക്കും. തൊട്ടപ്പുറത്ത് നമ്മുടെ ചെണ്ടുമല്ലിപ്പാടാണ് കേട്ടോ. അത് നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിക്കുകയാണ്. വീടിൻ്റെ ഉമ്മറം നല്ല ഭംഗിയുള്ളതാണെങ്കിലേ അവിടെ ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടമ്മയുണ്ട് എന്നുള്ളതാണ് ഭാഗ്യം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളത്. അപ്പം ഞാനങ്ങനെ ഒരു വീട്ടമ്മയാവാൻ ശ്രമിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ശ്രമം മാത്രമേ നടക്കാറുള്ളൂ. വേറൊരു സാഡ് ന്യൂസ് കാണിച്ചേരട്ടമ്മ. ആ ചില്ല് മറ്റേ ഇടിച്ചതാ. അങ്ങനെ അന്ത്യ കാഴ്ച അവർ രണ്ടാളെയും കാണിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ഞാനപ്പോൾ പിന്നെ അതിനോട് ഭാഗ്യനോട് പറഞ്ഞു അതിനെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് വാ ഭാഗ്യം എന്ന് പറഞ്ഞു. ശ്രീകുട്ടിന് ഭയങ്കര സങ്കടമായി കേട്ടോ. ചില സങ്കടമുള്ള കാഴ്ചകളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഞാനേ എന്തെന്നാ പറയാ നിങ്ങളെ എന്നിട്ട് മേടിച്ചോണ്ട് വന്ന് നിങ്ങളെന്ത് പഹനാന്ന്. ഇതൊന്നും വേണ്ട, നമുക്ക് ബാത്റൂമിലേക്ക് വേണം. എത്ര വേണം? 4 ബാത്റൂം ഉണ്ടല്ലോ. മണ്ണുത്തിയെ പോയിട്ടുണ്ടെങ്കിൽ 45 രൂപയ്ക്ക് കിട്ടുന്ന പാത്രങ്ങൾ ഇതിനല്ല. ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. 45 രൂപയ്ക്ക് അത് മതി നമുക്ക്. അതിനാണ് ഈ 250 രൂപ ബാത്റൂമിൽ വെക്കുന്ന ബക്കറ്റ് തൊട്ടിയില്ലേ അത് മേടിച്ചുകൊണ്ട് വന്നത്. ആ വലിയ 2 ഭാഗ്യം നമുക്ക് കലക്കി വെക്കാനായിട്ടേ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും സംഭവങ്ങളൊക്കെ കലക്കി വെച്ചിട്ട് അതാണ് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുക. അതിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. ബാക്കിയുള്ളത് 4 ബാത്റൂമിക്കും, ബാക്കിയുള്ളത് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫഹദ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ കൊടുത്തോളാം പറഞ്ഞു.
വേണം. നമുക്ക് ലോക്കൽ പ്ലാസ്റ്റിക്കിന്റെ മതി നടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ വൺസ് ഒരു സ്ഥലത്ത് ഇതിനെ പ്ലേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണില്ലല്ലോ. അത് കാരണം കൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ 5-6 കൊല്ലമൊക്കെ നിൽക്കും. നമ്മളിപ്പോൾ ഇത് മേടിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 3 കൊല്ലമൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ഒരു കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഭാഗ്യം അതാണ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇതേ പച്ചക്കറിയൊക്കെ ചേട്ടന്മാർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യയായിട്ടുണ്ടായിരുന്നു. വീണ്ടും ജോസപ്പേട്ട വന്നിട്ടുണ്ട് കായ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പടവലങ്ങയും പാവയ്ക്കും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒന്നരാടം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അത് കേട്ടോ. ഇപ്പൊ പച്ചക്കറിയുടെ സീസൺ ആയ കാരണം കൊണ്ട് ചേട്ടന്മാര് 6 മണിയാകുമ്പോഴേക്കും എല്ലാം പൊട്ടിച്ച് സെറ്റാക്കും. വൈകുന്നേരമായി ചേട്ടന്മാരായിട്ടുള്ള കത്തിയടി കേൾപ്പിച്ചു തരാട്ടോ. രമേശേട്ടൻ പറയണേ നമ്മുടെ വീടിന്റെ ചുറ്റും നിറയെ കുളവും കിണറൊക്കെ ഉള്ളതല്ലേ. ഈ പെണ്ണ ഇത് പറഞ്ഞാൽ നമ്മുടെ കിണറ്റിൽ കൊണ്ടിടറി നമ്മുടെ കുളത്തിൽ കൊണ്ടിടുക അവിടെ അങ്ങോട്ട് പൂക്കട്ടേന്ന്. ഇത് ഞാൻ പറഞ്ഞു കുഴിച്ചിടണം എന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കുക. എന്റെ പൊന്നെ മക്കളെ, എനിക്ക് നമ്മുടെ ബൊഗൈൻവില്ല പരിപാടി ഉണ്ടല്ലോ, അതാണ് എളുപ്പമായിരുന്നത്. ഈ താമര മാറ്റി വയ്ക്കൽ നിസ്സാര പരിപാടിയല്ല കേട്ടോ. ഞാൻ നാളെ കാലത്ത് കാണിച്ചു തരാം ഫൈനൽ ലുക്ക് കേട്ടോ. കാരണം 1-2 ചട്ടിയും കൂടി മാറ്റി വെക്കേണ്ടത്. അതും കൂടി കഴിഞ്ഞ് നിങ്ങളെ ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഓരോ വശത്തുനിന്ന് ഒതുക്കി വരുമ്പോഴേ മുറ്റമൊക്കെ ഇച്ചിരി കളറാ നല്ലതെന്ന് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ. നമ്മൾ 5 കൊല്ലം മുന്നുള്ള ചിന്തയാവില്ല, പിന്നെയുള്ള 5 കൊല്ലം കഴിഞ്ഞപ്പെട്ട്. അതായത് കാലം പോകും തോറും അമ്മ വിളിച്ചതാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ തോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ മാറും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തള്ളവൈബൊക്കെ വരുന്ന പറയില്ലേ, സത്യമാണ് കേട്ടോ. അതായത് ഭയങ്കര നമ്മൾ 18 വയസ്സിൽ ചിന്തിച്ച കാര്യങ്ങളല്ല ഒരു 25 വയസ്സാകുമ്പോൾ ചിന്തിക്കുക, 25 വയസ്സാകുമ്പോൾ ചിന്തിച്ച കാര്യങ്ങളല്ല 30 വയസ്സാകുമ്പോൾ ചിന്തിക്കുക, 30 വയസ്സാകുമ്പോൾ ചിന്തിച്ച കാര്യങ്ങളുടെ 18 വയസ്സാകുമ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്കൊക്കെ ഞങ്ങൾ പോകും. ഞാൻ എൻ്റെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തല്ല കേട്ടോ പറയണേ. അതായത് നമ്മുടെ ചാനൽ കണ്ട നമ്മുടെ അനിയന്മാരുണ്ടല്ലോ, അവരുടെ അടുത്താണ് പറയണേ. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ശരിയെന്ന് ചെയ്ത് തോന്നുന്ന കാര്യം അങ്ങോട്ട് ചെയ്ത് പൊക്കോ. പക്ഷെ കുറേ നാൾ കഴിഞ്ഞാൽ ചിന്തിക്കും, ഒന്നില്ലെങ്കിൽ നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ റിഗ്രറ്റ് വരും. അതൊരു നോർമൽ തിങ്ങാണ് കേട്ടോ. അതായത് നോർമലായിട്ടുള്ള പ്രോസസ്സാണത്. അതെല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പ്രണയങ്ങളായാലും നമ്മൾ സ്നേഹിച്ച ആൾക്കാരുകളായാലും അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത കൂട്ടുകാരായാലും നമുക്ക് വേണ്ടാന്നും അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആവാന്നും ഒക്കെ നമുക്ക് തോന്നും. അതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുറ്റുണ്ടല്ലോ, വീട് വെക്കുമ്പോൾ എൻ്റെ വിശാലമായ മുറ്റം, അവിടെ നിറയെ പൂക്കൾ ചെടികൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഈ വർഷം ഈ ബൊഗൈൻവില്ല ഇല്ല, ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല പണിയില്ല. അകത്ത് TV ഉണ്ടോ, എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തോ. അല്ല, സത്യം പറയുകയാണെങ്കിൽ എനിക്കിതൊക്കെ ഒരു കോൺറ്റൻ്റാണ്, കണ്ടൻ്റാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടൻ്റാണ് ഇതൊക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതും. പിന്നെ ആ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോഴുള്ള ആ ഒരു കാലത്ത് നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തേക്ക് ഇറങ്ങി വന്നിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോഴുള്ള ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാണ്. ദൈവമേ, കരിമ്പുലി വരുന്നുണ്ടല്ലോ, കരിമ്പുലി. ഇത് ഇത്രയുള്ള സാധനം ചുടുങ്ങ് ഇങ്ങനെ നടക്കും നമ്മുടെ മണിയുടെ കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അങ്ങനെ ഞാൻ പോയിട്ട് ഇനി കുളിക്കട്ടെ. കുളിച്ച് നമുക്ക് വേറെ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറക്കണ്ട, ചിന്താഗതികളും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അത് നോർമലാണ്. പറ്റാത്ത അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ചിന്താഗതികളോ തീരുമാനങ്ങളോ ഒക്കെ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഇത്തിരി കൂടി ബെറ്റർ ആവായിരുന്നു, പക്ഷെ അന്ന് എടുത്ത തീരുമാനം വളരെ നല്ലതായി എന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചേച്ചിമാരും ചേട്ടന്മാരും കൂടുതലും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. കാരണം അത് വായിക്കുമ്പോഴേ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ കുഞ്ഞു ജനറേഷൻ ഉണ്ടല്ലോ, ഭയങ്കര ഇൻസ്പിറേഷനും ഒന്നും കൂടി ഡബിളായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ട് തെറ്റായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പണ്ട് തെറ്റായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് തന്നെ ഇന്നത്തെ ദിവസത്തെ തുടർക്കാഴ്ചയിൽ ആ ഒരു ബാക്കി വന്നിട്ടുണ്ടായിരുന്ന താമരയിലത്തെ ചെട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെട്ടിയിലത്തെ താമര മുഴുവൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കണ്ടോ, ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ കണ്ടോ നിറയെ വലത്തേ കയ്യിൽ നഖം വളർത്താൻ പാടില്ല എന്നല്ലേ പറയാം. പക്ഷേ എനിക്ക് ഇത്തിരി നഖം ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ എന്താ പറയുക, ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി നഖം വളർത്തിയായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ചെളി കയറിയിട്ടുണ്ട്. ചെറുനാരങ്ങ കേട്ടോ അരച്ചാൽ മതി കേട്ടോ. ഒരു ഗ്ലൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് പക്ഷേ ആ വെള്ളത്തിൽ കൊണ്ടിട്ട് മുക്കാനൊരു പടി, കാരണം അതിന് വൈറ്റ് കളറാ. അപ്പോൾ അച്ചേട്ടൻ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം വടയുണ്ട്, അത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ അത് ചേട്ടന്മാർക്ക് 4 മണിക്ക് ചായക്കൊക്കെ കൊടുത്തു. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണല്ലോ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് വേണം കാണണമെങ്കിൽ. അങ്ങനെ ബാക്കിയുള്ള ചട്ടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്തു. ഭാഗ്യം കുറേ ചട്ടികളിൽ മണ്ണ് നിറയ്ക്കാൻ നമ്മൾ വിചാരിക്കും ഇതിലധികം മണ്ണ് വേണ്ട, വെള്ളമല്ലേ കൂടുതൽ വേണ്ടത്. അങ്ങനെയല്ല, ഒന്ന് രണ്ടാവു പോലത്തെ നമ്മുടെ ഓരോ വക തൊട്ടികളല്ലേ, ആ തൊട്ടികളിൽ നമ്മൾ 1.5 ബക്കറ്റ് മണ്ണിട്ടാലാണ് അടി വരക്കുള്ളൂ. അപ്പോൾ മണ്ണ് കുറേ അധികം വേണം കേട്ടോ. അതാണെങ്കിൽ കുറച്ച് ദൂരത്തു നിന്ന് കളച്ച് കൊണ്ടുവരും വേണം. അപ്പോൾ ബാക്കി അതൊക്കെ ചെയ്തു തന്നു കേട്ടോ. ഭാഗ്യം മാത്രമല്ല, അച്ഛനാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാഗ്യന് അലർജി അല്ലേ, ഞാൻ നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഉർവശി സാബും ഉപകാരമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഭാഗ്യന്. അപ്പോൾ ഭാഗ്യനോട് ഞാൻ ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യന് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും, ഭയങ്കരമായിട്ട് പൊടികൾ തട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലർജിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭാഗ്യനെ ഇപ്പോൾ മരുന്ന് കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അലർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. വൺസ് അത് മാറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ പെട്ടെന്ന് മാറില്ല അത്രേ. 10-15 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്ത അസുഖമല്ലേ, അതങ്ങനെ പെട്ടെന്ന് മാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും മരുന്ന് കഴിച്ച് നമ്മൾ 2-3 കൊല്ലം പിടിക്കും മാറാൻ. എല്ലാ കാര്യങ്ങളും വരാൻ ഭയങ്കര എളുപ്പമല്ലേടാ, മാറാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താമരകൾ ഈ ഒരു സെറ്റ് അറ്റം വരെ നമ്മൾ തട്ടായിട്ടാണ് നമ്മുടെ വീടിനെ തിരിച്ചിരിക്കുന്നത്, ഒരു 3 തട്ടായിട്ട്. അപ്പോൾ അതിലൊരു തട്ട് അറ്റം വരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുള്ള ട്യൂബേഴ്സാണ്, അതൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പുല്ല് നമ്മളിവിടെ ഡ്രിം ചെയ്ത കാരണം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പുല്ല് വെച്ച് പിടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഇത് വെട്ടുകയാണോ അതോ ഞാൻ ചെയ്ത പോലെ നമ്മുടെ പുല്ല് വെട്ടിയിരുന്ന ചേട്ടന്മാരെ വിളിച്ച് വെട്ടിപ്പിക്കുകയാണോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം ഒരേ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചക്രവാളങ്ങൾക്കപ്പുറം നമ്മുടെ സൂര്യൻ ചേട്ടൻ മറയുകയാണ്. ഇളയമ വന്ന് കുറച്ച് താമരയുടെ വിത്തും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോയി. ഇളയമ നടാമെന്ന് പറഞ്ഞിട്ട് ഇളമയ്ക്ക് ചെടികൾ വെക്കാനും ഇളമ വെച്ചാലും ഉണ്ടാവും എന്നറിയാം ചെടികൾ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. എന്നാലും വേനൽക്കാലത്ത് എവിടുന്നെങ്കിലും ചോന്ന് കൊണ്ടിട്ടായാലും ഇളമ വീടിൻ്റെ മുറ്റം നല്ല പൂങ്കാവനമാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പുല്ലടിച്ചതിൻ്റെ ആ പുല്ലുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കളയാം. ആ പുല്ല് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു എന്താ പറയുക, ഒരു പരബോളനെ ഹാഫാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപം കിട്ടില്ല, അതിലാണ് നമ്മുടെ പുല്ലിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം നമ്മൾ, സൈഡ് കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അവിടെ അച്ഛൻ പണിയെടുക്കുന്ന നമ്മുടെ ആ ഒരു വാഴത്തോട്ടത്തിൽ നിറച്ച് മുളകുണ്ടായി നിൽക്കുന്നുണ്ടെന്ന്. ഈ മുളകിന് ഇപ്പോൾ 1000 രൂപ വിലയുണ്ടെന്നാണ് ഭാഗ്യം പറഞ്ഞത്. അതിനേക്കാളും കൂടുതലുണ്ട് അത്ര. ചില സമയങ്ങളിൽ അതിന് ഭയങ്കര വില വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിച്ചു. മുറ്റം ഫുള്ളായിട്ടൊന്നും അടിച്ചു വരാനൊന്നും പറ്റിയില്ല, എങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പുല്ല് വെട്ടിയ കാരണം കൊണ്ട് തന്നെ 2 ദിവസം അത് നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പുല്ല് നശിച്ചു പോകും അത്രേ. അപ്പം അച്ഛൻ ഇത് കണ്ട സെറ്റായിട്ടില്ല, ഇനി നമുക്ക് നാളെ ഇതിലിങ്ങനെ കിടന്നുറങ്ങാം. പുല്ല് നന്നായിട്ട് ഇച്ചിരി കൂടി ഒന്ന് പച്ചപ്പിലേക്ക് വരുമ്പോഴേ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, മുകളിലൊക്കെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നിസ്സാര പണിയല്ലടാ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകല്. ഇതിപ്പോൾ ചാനലൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ കടയിൽ പോകേണ്ട ആവശ്യമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര ഒരു ഡൈവേഷണൽ തെറാപ്പി പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ ചില സമയങ്ങളിൽ ഇത് വരുമ്പോൾ എനിക്കൊരു പ്രകൃതിപ്പണിയായിട്ട് തോന്നാറുണ്ട്. എങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് മനസ്സിനൊരു തെറാപ്പി തന്നെയാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റായിട്ട് പച്ചപ്പ് ഇങ്ങനെ തലയുയർത്തി നോക്കുമ്പോൾ നമുക്ക് തോന്നും വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ മൈ ഹോം എന്ന് തോന്നും. അല്ലെങ്കിൽ ഞാനിവിടെ ജനിച്ചതിലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയതിലും ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് സെൽഫ് റിയലൈസ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ പരിപാടികളോട്. അച്ഛൻ്റെ കൂടെയുള്ള നനോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തീരുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.